ബ്രസീൽ നാളെ ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ കേരളത്തിലെ തെരുവുകളിലും അതിന്റെ ആവേശം അലതല്ലുകയാണ്. ബ്രസീൽ ആരാധകർക്കൊപ്പം വിവിധയിടങ്ങളിൽ നിന്ന് 24 പ്രതിനിധികൾ തയ്യാറാണ്. കൊച്ചി പെൻഡാമേനകയിൽ നിന്ന് വിപിൻ സി വിജയൻ, തിരുവനന്തപുരം ചുള്ളിമാനൂരിൽ നിന്ന് ജിബിൻ ബേബി, മലപ്പുറം ബ്രസീൽ അങ്ങാടിയിൽ നിന്ന് നിഖിൽ പ്രവേശ്, മലപ്പുറം പൊന്മള ഗ്രൗണ്ടിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും കൂടി ചേരുന്നു. ആദ്യം നമ്മൾ പോകുന്നത് നിഖിലിലേക്കാണ്. മലപ്പുറം ബ്രസീൽ അങ്ങാടി, ആ പേര് നമുക്ക് സുപരിചിതമാണ്. ബ്രസീലിനെ സ്വന്തം നാട് പോലെ കരുതുന്ന ആളുകൾ, എന്താണ് അവിടുത്തെ ഒരു ആവേശം? അവരുടെ ആദ്യ പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പ് എങ്ങനെയാണ് നിഖിൽ? അനിൽ വാസുദേവ്, പോത്തന്നൂർ എന്ന ഈ ഗ്രാമം പക്ഷേ ഈ ലോകകപ്പ് ഫുട്ബോൾ കാലത്ത് ഇവരുടെ പേര് മാറും. ഇവരുടെ പേര്, ഈ അങ്ങാടിയുടെ പേര് ബ്രസീൽ അങ്ങാടി എന്നായി മാറും. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയാണ്. ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ നോക്കൂ. വലിയ ഫ്ലക്സ് ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു വലിയ ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. മുകളിൽ കൊടിതോരണങ്ങളുണ്ട്. ഈ ഗ്രാമമാകെ ഒരു ബ്രസീൽ, കുഞ്ഞ് ബ്രസീൽ ആരാധകർ മുതൽ വലിയ ബ്രസീൽ ആരാധകരെ വരെ, തലയ്ക്ക് മുകളിൽ കുറെ ബ്രസീൽ ആരാധകരെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് ബ്രസീൽ അങ്ങാടിയായി മാറിയത്? ഇത് ബ്രസീൽ എവിടെ ഉള്ളൂ, മുഴുവൻ ഞങ്ങൾ ഇത്ര വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഒരു അർജന്റീന ഫ്ലക്സോ തോരണോ എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റും ഇവിടെ. ഇത് അതുകൊണ്ടാണ് ഇത് ബ്രസീൽ അങ്ങാടി എന്ന് പറയുന്നത്. ഇന്നത്തെ മത്സരം എങ്ങനെ ഉണ്ടാവും? ഇന്നത്തെ മത്സരം ബ്രസീൽ 3-0 അടിപൊളിയായിട്ട് ജയിക്കും. ഇവിടുത്തെ എല്ലാ ഷോസവും ബ്രസീലാണ്. ഇവിടെ ഫുൾ ബ്രസീലാണ്. ഈ അങ്ങാടിയുടെ പേര് പോലെ ഇപ്പൊ ബ്രസീൽ അങ്ങാടി എന്നായി മാറിയിരിക്കുകയാണ്. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെയാണ് ഈ കുട്ടികളുടെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ട് ഇതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്. ഫുട്ബോളിന്റെ ഇതിഹാസമായ ബ്രസീൽ നാളെ കാൻഡറി പക്ഷികൾ ബൂട്ടണിക്കുകയാണ്. തീർച്ചയായും ആ കരങ്ങൾക്ക് ഊർജം പകരാൻ പോത്തന്നൂരിലെ ബ്രസീൽ ഫാൻസ് ഒരുക്കുന്ന ഈ ആയിരക്കണക്കിന് മീറ്ററുകൾ നീളമുള്ള തോരണങ്ങൾ, നൂറുകണക്കിന് അടി നീളമുള്ള കട്ടൗട്ട്, അവർക്ക് ഊർജം പകരാൻ, ആഞ്ചലോട്ടിന് ഊർജം പകരാൻ ബ്രസീൽ ചോദിക്കട്ടെ, നിങ്ങൾ അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ചരിത്രത്തെ കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചത്? അത് പറയാനുള്ളത്, ഇത് ഞങ്ങളെ കപ്പും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ചൊറിയും. അതിന് ഞാൻ കൊടുത്ത മറുപടിയാണ് എഴുതിച്ചിരിക്കുന്നത്. ചരിത്രം പോലില്ലാത്തവർക്ക് ചരിത്രം കേട്ടാ ചൊറിയും. അനിലെ, നമുക്ക് ഈ ഗ്രാമത്തെ ഒന്നടങ്കം ഒരു വൈഡ് ഫ്രെയിമിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ഇവിടെ ഫ്ലക്സ് തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് ആ ഫ്ലക്സിന്റെ അങ്ങേ തലയിലേക്ക് ഒന്ന് പോയി നോക്കാം. എത്ര ദൂരമുണ്ട് അവരുടെ ഫ്ലക്സ്. നമുക്ക് ഈ ഫ്ലക്സ് മൊത്തത്തിൽ ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം. അങ്ങോട്ട് ഓടാം നമുക്ക്. അപ്പൊ അങ്ങനെയാണ് കാണാൻ പറ്റും. അല്ലേ, നോയിക്കോ, അതാ മനോഹരമായിട്ട് ഒരുപാടധികം ദൂരം നീണ്ടു നിൽക്കുന്ന ഒരു ഫ്ലക്സ് ആണ് ഈ പോത്തന്നൂരിലെ ബ്രസീൽ അങ്ങാടിയിൽ ഒരുക്കിയിട്ടുള്ളത്. എത്ര ദൂരമുണ്ടെന്ന് നോക്കൂ. എത്ര ദൂരം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അങ്ങാടിയുടെ പേര് തന്നെ, അങ്ങാടിയിലേക്ക് കടക്കുന്നിടത്ത് ഈ അങ്ങാടിയുടെ പേര് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ബ്രസീൽ അങ്ങാടി എന്നുള്ളതാണ്. ഇവിടെ ഇന്നിപ്പോൾ നാളെ പുലർച്ചെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കളി കാണും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരൊറ്റ അർജന്റീന ഫാനിനെയോ പോർച്ചുഗൽ ഫാനിനെയോ ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവർ ഒന്നടങ്കം പറയുന്നത്. അല്ലേ? അതെ, ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് കാണാലോ, ഇവിടെ കാണണ്ട. ഈ അങ്ങാടി മൊത്തം ബ്രസീലാണ്. ഇവിടുത്തെ ശ്വാസം ബ്രസീലാ. ഇതാണ് ബ്രസീൽ അങ്ങാടിയിലെ കാഴ്ചകൾ. അനിൽ, അതാണ് പൊളി വൈബാണ് അങ്ങ് ബ്രസീൽ അങ്ങാടിയിൽ കാണാൻ സാധിക്കുന്നത്. മലപ്പുറം എന്നും കേരളത്തിന് ഫുട്ബോളിന്റെ പേരെന്ന് ചേർത്ത് വായിക്കാവുന്ന ഒരു നാടാണ്. അവിടെയുള്ള ഒരു കാഴ്ചയാണ് ബ്രസീലായി മാറുന്ന, ബ്രസീലിലെ ഒരു നഗരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.